ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും 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 വാണിംഗുകൾ വാങ്ങിച്ചു കൂട്ടുന്ന അനുമോളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് അനുമോൾക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് എങ്ങനെയും ചോദിച്ച് മനസ്സിലാക്കണം, ഞാനും അനീഷ് ചേട്ടൻ തമ്മിലുള്ള നെഗറ്റീവ് എന്താണ്, എനിക്ക് വലിയ നെഗറ്റീവ് ഉണ്ടോ പുറത്ത് എന്നുള്ള അറിയാൻ വേണ്ടി ഒരു ആകുലതയാണ്. അപ്പോൾ അപ്പാണി വന്ന സമയത്താണെങ്കിലും പറയുന്നുണ്ട്, അക്ബറിനെ ഞാൻ അടുത്തോട്ട് ഇരുത്തത്തൊന്നും ഇല്ല കേട്ടോ. അതായത് അനുമോൾ പറയുന്ന കാര്യം ഇതാണ്, ഞാൻ ഇനി കിടത്തിക്കത്തൊന്നും ഇല്ല, കാരണം അക്ബർ ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നിട്ടുള്ള ചോദ്യങ്ങൾ മൊത്തം ചോദിക്കുന്ന അനുമോളാണ്. അതായത് പുറത്ത് എങ്ങനെയാണ് ചേട്ടാ, ഇത് പ്രശ്നമുണ്ടോ, നെഗറ്റീവ് ആകുന്നുണ്ടോ, ചേട്ടന് എങ്ങനെ ഉണ്ടായിരുന്നു, ആൾക്കാർ വല്ല മോശമായിട്ട് വല്ല പറയുമോ, തെറി പറയാൻ വേണ്ടിയൊക്കെ വല്ല വന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറയുന്നു. അതായത് അപ്പാണി പറയുന്നുണ്ട്, ചില ആൾക്കാർക്ക് നെഗറ്റീവൊക്കെ വരുന്നുണ്ട്, അത് ചില കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അനുമോൾ അയ്യോ അങ്ങനെയൊക്കെ നെഗറ്റീവ് ആകുമല്ലേ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നൊരു വാണിംഗ് കിട്ടുന്നുണ്ട്, പുറത്തത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാനോ പറയാനോ പാടില്ല എന്നുള്ളത്. എന്നിട്ട് വീണ്ടും അനുമോൾക്ക് പേടിയാണ്, ഇനിയിപ്പോൾ അപ്പാണി എന്നെ വന്നത് ഇനിയിപ്പോൾ എന്നെ കൊണ്ടുപോകുമ്പോഴാണോ, അപ്പാണി എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വല്ല വന്നതാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബറൊക്കെ ആണെങ്കിൽ ഇവളെന്താണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അനുമോള് ഭയങ്കര കൺസേൺ അടിച്ച് അങ്ങ് വേറെ ഏതോ രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എന്താണ് അപ്പാണി പുറത്തിറങ്ങിയതിന് ശേഷം കഴിച്ചത്, മീനും കപ്പയൊക്കെ കഴിച്ചു എന്ന് പറയുന്നു. ഓ ആണല്ലേ എന്നുള്ള രീതിയിൽ എന്താണ് അനുമോൾക്ക് പറയുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റാൻഡ് ഇല്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നൊരു വാണിംഗും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അക്ബർ പുറത്തത്തെ കാര്യങ്ങൾ ചോദിച്ചില്ലെങ്കിലും അനുമോൾ ഇപ്പം പുറത്തത്തെ കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ വേണ്ടിയുള്ള തിടുക്കമാണ് ഇപ്പോൾ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.